നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. നമ്മൾ കുറേ ദിവസമായി നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കണ്ടിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ഫീൽ ഗുഡ് സിനിമ കാണാനായി പോകുന്നത്. ഈ സിനിമ അധികം ആളുകളും കണ്ടതായിരിക്കാം എന്നാണ് എനിക്കൊരു സംശയം. എന്തായാലും കാണാത്ത ആളുകൾക്ക് ഇതൊരു നല്ല സിനിമയാവട്ടെ. ഇനി കണ്ടവരാണെങ്കിലും ഒന്നുകൂടെ കണ്ട് പഴയ ഓർമ്മകളെല്ലാം പൊടിയൊന്ന് തട്ടിയെടുക്കാനായി ശ്രമിച്ചു നോക്കുക. കാരണം ഇതൊരു നല്ല സിനിമയാണല്ലോ. സിനിമയുടെ വൺ ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോ വാൾട്ടർ മിറ്റി അങ്ങേർക്ക് ജോലിയിൽ ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ വരികയാണ്. അതെല്ലാം സോൾവ് ചെയ്യാനായി നോക്കുന്ന നേരം അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങേരുടെ ആ കുഴപ്പങ്ങളുടെ കൂടെ നമ്മളും അങ്ങനെ അങ്ങേരുടെ കൂടെ അങ്ങ് പോകും. എന്നാൽ സിനിമ അവസാനിക്കുന്ന നേരം കുറച്ചുകൂടെ പോയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. സിനിമ ഒരു മോശം സിനിമയാണെന്ന് വിചാരിക്കരുത്, കണ്ട എന്തായാലും ഇഷ്ടാകും. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല കിഡിലൻ പണി അറിയാവുന്ന ആളുകളോട് ഒരു ചെറിയ സിനിമ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവരെങ്ങനെയായിരിക്കും ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. എന്തായാലും എൻ്റെ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2013 റിലീസ് ചെയ്ത ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്ന നമ്മുടെ വാൾട്ടർ മിറ്റിയാണ് കാണിക്കുന്നത്. അങ്ങേര് ലൈഫ് എന്ന് പറഞ്ഞ മാഗസിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കുറേ കാലമായി അവിടെ ജോലി ചെയ്യുന്നു. എന്നാൽ ഈ അടുത്തായി അവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അവളുടെ പേരാണ് ഷെറിൽ. അവളെ കണ്ടെന്ന് മുതലേ അങ്ങേർക്ക് അവളോട് ഒരു സ്നേഹമുണ്ട്. പക്ഷെ ഇതുവരെ തുറന്നു പറയാനായി പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പം അങ്ങേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഷെറിൽ എന്ന സ്ത്രീ ഇല്ലേ, അവളൊരു ഡേറ്റിംഗ് ആപ്പിലുണ്ട്. അങ്ങേരിപ്പോൾ ആ ഡേറ്റിംഗ് ആപ്പിൽ അവളുടെ പ്രൊഫൈൽ നോക്കിയിരിക്കുക. അത് വായിക്കാനായി നല്ല രസമാണ്. ഈ ഷെറിൽ എന്ന് പറഞ്ഞ സ്ത്രീ വിവാഹിതയായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, ഡിവോഴ്സായി. അവൾ അതീ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് 3 കാലുള്ള ഒരു പട്ടിക്കുട്ടിയുണ്ട്, അതുപോലെ ഒരു കുഞ്ഞുകൂടിയുണ്ട്. അതിന് 2 കാലുണ്ടെന്ന് അവൾ ബ്രാക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്കൊരു റിക്വസ്റ്റ് അയക്കാനായി വാൾട്ടറിന് നല്ല പേടിയാ. എന്നാൽ അവസാനം കണ്ണും പൂട്ടി അവൾക്ക് റിക്വസ്റ്റ് അയക്കാനായി നോക്കും. എന്നാൽ അതിന് പറ്റുന്നില്ല. ഈ സൈറ്റിന് എന്തോ ഒന്ന് സംഭവിച്ചു. അങ്ങനെ അന്ന് ജോലിക്ക് പോകുന്ന വഴിക്ക് ഈ ആപ്പിന്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ച്, എനിക്ക് ഈ ഷെറിൽ എന്ന സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെ പറയും, പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ആക്കാം. നിങ്ങൾ ഈ സൈറ്റ് ആദ്യമായിട്ടാണോ, നിങ്ങളുടെ അക്കൗണ്ട് പുതിയതാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയുമ്പോൾ അങ്ങനെ പറയും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ യാത്ര ഒന്നും ചെയ്തിട്ടില്ലേ, നിങ്ങൾ സാഹസികമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലേ. എന്നാൽ അങ്ങനെയൊന്നും ഇതുവരെ വാൾട്ടർ മിറ്റി ചെയ്തിട്ടില്ല. അങ്ങേര് പറയും, ഈ പ്രൊഫൈൽ എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഇമ്പം തോന്നണം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചേ പറ്റൂ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. എന്നാൽ പെട്ടെന്നാണ് തൊട്ട് സൈഡിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൽ നിന്ന് ഒരു പട്ടിക്കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുക. മിറ്റി അപ്പം തന്നെ അങ്ങോട്ട് ഓടി ആ ബിൽഡിങ്ങിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. ചില്ലും പൊളിച്ച് അകത്ത് കയറി. അവിടെ തീ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ 3 കാലുള്ള ഒരു പട്ടിക്കുട്ടിയായിട്ട് അങ്ങേര് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് ഷേർലി അതുവഴി ഓടി വരുന്നത്. അങ്ങോട്ട് ഓടി വരുന്നത് എന്റെ പട്ടിക്കുട്ടിയെ രക്ഷിച്ചല്ലോ എന്ന് ചോദിച്ചാണ് വരുന്നത്. പക്ഷെ ഇതെല്ലാം കൂടെ നമ്മുടെ വാൾട്ടർ സ്വപ്നം കണ്ടായിരുന്നു. അങ്ങേർക്ക് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. നിപ്പില് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ട അങ്ങനെ നിൽക്കും. ആരുടെയെങ്കിലും മുമ്പിൽ ഇതുപോലെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ ചെയ്യാനായി പറ്റിയിട്ടില്ല. വേഗം തന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ പെങ്ങളുണ്ട്, വാൾട്ടർ മിറ്റിയുടെ പെങ്ങളുണ്ട് അങ്ങോട്ട് അങ്ങേരെ കാണാനായി വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വാൾട്ടർ മിറ്റിയുടെ പിറന്നാളാണ്, 42ാമത്തെ പിറന്നാൾ. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയ ഒരു കേക്കുമായിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവളിങ്ങോട്ട് ഒരു കാര്യം പറയാനായി വന്നിരിക്കുകയാണ്. അവരുടെ അമ്മ ഇത്രയും കാലം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ അമ്മക്ക് ഭർത്താവ് വാങ്ങിക്കൊടുത്തിരുന്ന, അതായത് വാൾട്ടറിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തിരുന്ന ഒരു പിയാനോ കൂടെ അമ്മക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ അത് കൊണ്ടുപോകാനായി പറ്റുന്നില്ല. ഈ ഒരു കാര്യം പറയാനാണ് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഒരു കാര്യം നീ തന്നെ നോക്കുന്ന പറഞ്ഞുകൊണ്ട് വാൾട്ടർ പെട്ടെന്ന് തന്നെ ജോലിക്കായി പോവാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വാൾട്ടർ ലൈഫ് എന്ന് പറഞ്ഞ മാഗസിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന്. ആ ഒരു കമ്പനി ഇനി മുതൽ ഓൺലൈനായിട്ടാണ് മാഗസിൻ ഇറക്കാനായി പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ ജോലി ചെയ്ത ആളുകളുടെ ജോലിയെല്ലാം പോകാനായി ചാൻസ് ഉണ്ട്. കൂടെ ജോലി ചെയ്യുന്ന 2 പേരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കമ്പനി ഓൺലൈനിലേക്ക് മാറ്റാനായി ട്രാൻസാക്ഷൻ ചെയ്യാനായി വന്നിരിക്കുന്ന മാനേജിംഗ് ഡയറക്ടറെ വാൾട്ടർ കാണുന്നത്. അങ്ങനെ ചോദിക്കും, നിങ്ങളുടെ ജോലി എന്താന്ന്. വാൾട്ടർ കാര്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും വന്നിരിക്കുന്ന MD അതിനെക്കുറിച്ചൊന്നും കേൾക്കാനായി തയ്യാറാവില്ല. ചോദിച്ചത് അങ്ങേരാണ്. എന്നാൽ അങ്ങേര് ശ്രദ്ധിക്കുന്നുമില്ല. വാൾട്ടറിനെ കളിയാക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന വാൾട്ടർ, നിങ്ങൾ യൂഷാൻ താടിയും വെച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ഞങ്ങൾ കിളിത്തി തരണം എന്നാണ് വിചാരിക്കുന്നത് ചോദിക്കും. കൂടെയുള്ള 2 പേരും അത് കേട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും എന്നാൽ പിന്നെയാണ് മനസ്സിലാവുക വാൾട്ടർ ഇതെല്ലാം സ്വപ്നം കണ്ടായിരുന്നു. അങ്ങേരെ ചോദിക്കും, നിങ്ങളുടെ ജോലി എന്താ. വാൾട്ടർ പറയും, ഞാൻ ഇവിടുത്തെ നെഗറ്റീവ് അസറ്റ് മാനേജർ ആണെന്ന്. കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കമ്പനിയിലേക്ക് പല പല ഫോട്ടോസ് ആളുകൾ അയക്കില്ലേ, അതിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഫോട്ടോസ് ഉണ്ടാവില്ലേ, പഴയ ഫിലിമിൽ എടുക്കുന്ന ഫോട്ടോസ്, പഴയ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ്, അതെല്ലാം റെഡിയാക്കുന്ന വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അതും സംസാരിച്ചുകൊണ്ട് അവർ പുറത്തില്ലെന്നേരം വാൾട്ടറിന് ഇഷ്ടമുള്ള പെണ്ണില്ലായിരുന്നോ, അവള് വാൾട്ടറിനെ നോക്കി എന്തോ സംസാരിക്കുന്നത്. വാൾട്ടറും തിരിച്ച് സംസാരിക്കാനായി നോക്കുമ്പോഴാണ് മനസ്സിലാവുക തൊട്ട് പിന്നെയുണ്ടായിരുന്ന ലേഡിയോടാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലാകും. അങ്ങനെ ചായ കുടിക്കാനായി തുടങ്ങാണ്. എന്നാൽ അതിന്റെ ഇടയിലും ഷേർലി എന്താണ് അവിടെ സംസാരിക്കുന്നതെന്നാണ് അങ്ങനെ നോക്കുന്നത്. കൂട്ടുകാരി ഷേർലിയോട് നീ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷേർലി വെറുതെ തമാശക്ക് പറയും, ഒരിക്കലും വരാത്ത എന്റെ കാമുകനെയും കാത്ത് ഞാൻ ആർട്ടിക് പർവ്വത നിരകളുടെ മേലെ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്ന്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ വാൾട്ടർ ആർട്ടിക് പർവ്വത നിരകളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി താഴേക്ക് വരും. അവളോട് സംസാരിക്കാനായി വരും. ഇതെല്ലാം അങ്ങനെ സ്വപ്നം കാണുകയാണ്. അപ്പോഴാണ് കമ്പനിയുടെ MD ഒരു പിന്നെറിഞ്ഞുകൊണ്ട് വാൾട്ടർ വിളിക്കുന്നത്. ഹലോ ചേട്ടാ, നിങ്ങൾ സ്വപ്നം എല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കും. വാൾട്ടർ പെട്ടെന്ന് തന്നെ അതൊന്നും മെയിൻറ്റ് ചെയ്യാതെ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ കുറച്ച് ഇരുട്ട് പിടിച്ച സ്ഥലമാണ്. കൂടെ തന്നെ ജോലി ചെയ്യാനായി ഒരാൾ കൂടെയുണ്ട്.
അന്നത്തെ ജോലി എന്താന്ന് വെച്ചാൽ ഷോൺ ഓ'കോണൽ എന്നൊരു ഫോട്ടോഗ്രാഫർ അങ്ങനെ എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഫോട്ടോയാണ് ഈ ലൈഫ് എന്ന മാഗസിന്റെ അവസാനത്തെ കവർ പേജായി, അതായത് ചട്ടയായി ഉപയോഗിക്കാനായി പോകുന്നത്. അതുകൊണ്ട് അത് കുറച്ച് നല്ലപോലെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കുറച്ചധികം ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് എല്ലാം ഓർഡർ ചെയ്യാനായി കൂടെ ജോലി ചെയ്യുന്ന ആളോട് പറയും. അങ്ങനെ വാൾട്ടർ ഷോൺ ഓ'കോണൽ അയച്ചിരിക്കുന്ന ഒരു കത്തെടുത്ത് വായിക്കും. ആ കത്ത് വാൾട്ടറിനാണ് ഈ ഫോട്ടോഗ്രാഫർ ഷോൺ ഓ'കോണൽ അയച്ചിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ലൈഫ് എന്ന മാഗസിൻ നിർത്താനായി പോവാണെന്ന് കേട്ടു. ഇത്രയും കാലം നീ എനിക്ക് ചെയ്ത സഹായങ്ങൾക്ക് നിന്നോടൊരു നന്ദി പറയണമെന്ന് തോന്നി. ഞാൻ അയച്ചിരിക്കുന്ന ഫോട്ടോകളിൽ 25ാമത്തെ ഫോട്ടോ അതാണ് ഈ ലൈഫ് എന്ന കമ്പനിയുടെ സാരാംശം. ആ ഒരു ഫോട്ടോയാണ് ലൈഫ് എന്ന മാഗസിന്റെ കവർ പേജ് ആക്കണ്ടേ. അതുകൊണ്ട് നീ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം ഞാൻ ഇത്രയും കാലം ഷൂട്ട് ചെയ്ത ഫോട്ടോകളിൽ ഏറ്റവും മികച്ച ഫോട്ടോയാണത്. അത് എത്തിക്കേണ്ടടുത്ത് നീ എത്തിക്കണം. നീ എന്തായാലും എത്തിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണല്ലോ ഇത്രയും കാലം നീ ചെയ്തേ. പിന്നെ ഒരു കാര്യം കൂടെ, നെഗറ്റീവ് ഫോട്ടോസിൽ കുറച്ച് രക്തക്കറ കാണാം. വെടികൊണ്ട മുറിവ് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിനക്കത് അയച്ചത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. തൊട്ടടുത്ത് തന്നെ വാൾട്ടർ ഷോൺ ഓ'കോണലിന്റെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഷോൺ ഓ'കോണലിന്റെ വലിയൊരു ഫാനാണ് വാൾട്ടർ. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണുന്നത്. ഷോൺ ഓ'കോണൽ വാൾട്ടറിന് ഒരു പേഴ്സ് കൂടെ അയച്ചിട്ടുണ്ട്. ഗിഫ്റ്റായിട്ട് ഒരു സമ്മാനമായിട്ട് പേഴ്സ് കൂടെ അയച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് കൂടെ ജോലി ചെയ്തയാൾ പറയാ, ഇത്രയും ഫോട്ടോസ് എല്ലാം കൂട്ടി വെച്ചതിന്റെ ഇടയിൽ 25ാമത്തെ ഫോട്ടോ മാത്രം കാണുന്നില്ല, അത് മിസ്സായെന്ന്. അതിപ്പോ എവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ അപ്പോഴാണ് ഒരാൾ താഴെ കൂടി വന്ന് പറയാ, കമ്പനിയുടെ MD 25ാമത്തെ ഷോൺ ഓ'കോണൽ അയച്ച ഫോട്ടോ ചോദിക്കുന്നുണ്ടെന്ന്. ആകെ കൂടെ പെട്ടിരിക്കുന്ന അവസ്ഥയാ. അങ്ങനെ രണ്ടുപേരും കൂടെ മേലെ MDയെ കാണാനായി ചെല്ലുന്ന നേരം MD എല്ലാവരെയും കൂടെ കൂട്ടി വിളിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ നിന്ന് കുറെ ആളുകൾ ഒഴിവാക്കാനായി പോവാണ്. അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് ഷോൺ ഓ'കോണൽ അയച്ചിരിക്കുന്ന ഒരു കത്ത് വായിക്കും. ആ കത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, ഞാൻ ഇത്രയും കാലം എടുത്ത ഫോട്ടോകളിൽ ഒരു മികച്ച ഫോട്ടോ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അതായിരിക്കണം ലൈഫിന്റെ അവസാനത്തെ കവർ പേജാക്കി മാറ്റേണ്ടത്. തീർച്ചയായും അത് തന്നെയാണ് ലൈഫിന്റെ സാരാംശം. എന്റെ ഈ ഒരു കാര്യം നിങ്ങൾ മുഖവിലേക്ക് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങേര് വാൾട്ടറിനോട് പറയും, ഷോൺ ഓ'കോണൽ അയച്ച 25ാമത്തെ ഫോട്ടോ അതൊന്ന് കാണാൻ പറ്റുമോ? ഞങ്ങൾ കാണാനായി കാത്തിരിക്കുകയാണ്. എന്നാൽ വാൾട്ടർ പറയും അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ആ ഒരു നേരത്തെ വാൾട്ടർ എങ്ങനെയോ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് വാൾട്ടറിന് ഇഷ്ടമുള്ള ഒരു ലേഡി ഇല്ലായിരുന്നോ, ഷേർലി, അവളെ കാണാനാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഷേർലിയാണ് ഈ കമ്പനിയിലേക്ക് ആളുകൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷോൺ ഓ'കോണൽ അയച്ചു കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ കൂടെ അങ്ങയുടെ അഡ്രസ്സ് കൂടെ കാണുമല്ലോ. അതുകൊണ്ട് ആ അഡ്രസ്സ് ചോദിക്കാനാണ് അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഷോൺ ഓ'കോണൽ ഒരിക്കലും ആളുകൾക്ക് അഡ്രസ്സ് അയച്ചു കൊടുക്കില്ല. മാത്രമല്ല അങ്ങേർക്ക് ഫോണില്ല, ഡിജിറ്റൽ ക്യാമറയില്ല. ചുരുക്കി പറഞ്ഞ ആളൊരു പഴഞ്ചനാണ്. എന്നാൽ ഷേർലി പറയും, എൻ്റെ കൂട്ടുകാരിയാണ് ഈ കമ്പനിയിൽ വെച്ച് അങ്ങേർക്ക് കാശ് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ അഡ്രസ്സ് അവൾക്ക് അറിയാനായി പറ്റും. പക്ഷെ അതിങ്ങനെ മാറി മാറി കളിക്കും. എന്തായാലും കണ്ടുപിടിക്കാനായി പറ്റിയാ ഞാൻ നിങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകും. വാൾട്ടറാണേല് അങ്ങേരെ എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റുമെന്ന അവസ്ഥയിലാണ്. തിരികെ ചെന്ന് അങ്ങേര് അയച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കും. അതിൽ കറക്റ്റായിട്ട് വ്യക്തമായി കാണാൻ പറ്റുന്ന 3 ഫോട്ടോസ് ആണുള്ളത്. ഒരാളുടെ തള്ളവിരല്, പിന്നെ വെള്ളം, അതുപോലെ തന്നെ എന്തോ ഒരു സാധനത്തിന്റെ ഒരു ഭാഗം. അതിപ്പോ എന്താന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മെഷീന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫർണിച്ചറിന്റെ ഭാഗമായിരിക്കാം. സത്യം പറഞ്ഞാൽ അതെന്താന്ന് കണ്ടുപിടിക്കാനായി പറ്റില്ല. കുറച്ച് പാടാണ്. വാൾട്ടർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോൺ ഓ'കോണലിനെ കണ്ടുപിടിച്ച ഈ 25ാമത്തെ ഫോട്ടോ എന്താണെന്നും അതൊന്നുകൂടെ തരാനായി പറ്റുമോ എന്നും ചോദിക്കാനായി പറ്റുമല്ലോ. പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയാലും അതിനെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാനായി പറ്റുന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷേർലി അതുവഴി വരുന്നത്. ഷേർലി പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു, പക്ഷെ അവൾ വിളിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. കൂടെ തന്നെ വാൾട്ടറിന്റെ കൈയുള്ള ഫോട്ടോസ് എല്ലാം അവൾ കൂടെ നോക്കും. അവളും എന്തെങ്കിലും കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവൾ പോകാനായി ഇറങ്ങുമ്പോൾ വാൾട്ടർ പറയും, ഷേർലി, ഇങ്ങനെ ഫോട്ടോസിന്റെ പിന്നാലെ പോകുന്നത് മാത്രമല്ല എൻ്റെ പാഷൻ, ഇതും എൻ്റെ പാഷനാന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിമ കാണിച്ചു കൊടുക്കും. എന്നാൽ ഇത് വാൾട്ടറെ പറ്റി കണ്ടുകൊണ്ടിരുന്ന ഒരു സ്വപ്നമായിരുന്നു. നേരത്തെ അങ്ങേര് സ്വപ്നം കാണുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അതുപോലെ ഇപ്പോഴും അങ്ങേര് ഒന്നുകൂടെ കണ്ടു. അങ്ങനെ അന്ന് വീട്ടിലേക്ക് ചെന്ന് അമ്മക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്തിരുന്ന പിയാനോ ഇല്ലായിരുന്നോ, അതെല്ലാം ഭദ്രമായി വീട്ടിലേക്ക് എടുത്തു വെച്ച് വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് പെങ്ങൾ എടുത്തോണ്ടിരിക്കുന്ന നേരം പണ്ട് വാൾട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ സാധനങ്ങളും അവളുടെ കയ്യിലേക്ക് കിട്ടും. പാവ, ഡയറി, അച്ഛൻ വാങ്ങിക്കൊടുത്ത ഓരോ സാധനങ്ങൾ, ബാഗ്, അതെല്ലാം കിട്ടും. അതിന്റെ ഓർമ്മകളെല്ലാം പൊടി തട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ട് അച്ഛന്റെ കൂടെ വാൾട്ടർ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയി വരുന്നത്. വാൾട്ടർ എന്തോ ഒരു വലിയ സമ്മാനം വാങ്ങിയിരിക്കുക. വാൾട്ടറിന്റെ അച്ഛന് വാൾട്ടറിനെ കുറിച്ച് വലിയ അഭിമാനമായിരുന്നു. എന്നാൽ വാൾട്ടറിന്റെ 17ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവിടം വരെ എത്തി. അപ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ വിളിച്ച് എന്തോ ഒരു കാര്യം പറയുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക, ഷോൺ ഓ'കോണൽ അയച്ചിരിക്കുന്ന ഫോട്ടോസ് ഇല്ലേ, അതിലൊരു വെള്ളത്തിന്റെ ഫോട്ടോ ഇല്ലായിരുന്നോ, അതിൽ ഒരു ബോട്ടിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എർക്കിക്സ് നെക്ക് എന്നാണ് ആ ബോട്ടിന്റെ പേര്. എന്നാൽ ആ ബോട്ട് ഏത് സ്ഥലത്താണ്, ആ വെള്ളം ഏത് ഭാഗത്താണ്, അതൊന്നും അറിയില്ല. എന്നാൽ അപ്പോഴാണ് കമ്പനിയുടെ MD അങ്ങോട്ട് കയറി വരുന്നത്. വാൾട്ടറിന്റെ കയ്യിൽ വെച്ചിരുന്ന ആ പാവക്കുട്ടി ഇല്ലായിരുന്നോ, വാൾട്ടറിന്റെ പണ്ടത്തെ പാവ, അത് കാണുന്ന അങ്ങേര് ചോദിക്കും, എന്താ ഇതും പിടിച്ച് നടക്കുന്നത്, ഇതെല്ലാം കമ്പനിയിൽ കൊണ്ടെടുക്കാനായി പറ്റില്ല. പക്ഷെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനായി വാൾട്ടർ ശ്രമിച്ചെങ്കിലും അതിന് പറ്റിയില്ല. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമായി. വാൾട്ടർ അപ്പോൾ തന്നെ അങ്ങേരെ പിടിച്ച് ചില്ലും പൊളിച്ചോണ്ട് പുറത്തേക്ക് ഒരൊറ്റ ചാട്ടാണ്. രണ്ടുപേരും താഴെ വെച്ചിരുന്നൊരു വലിയ ട്രക്കിലേക്കാണ് വീഴുക. ട്രക്കിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ച അങ്ങേരെ പിടിക്കാനായി, MDയെ പിടിക്കാനായി വാൾട്ടർ തൊട്ടു പിന്നാലെ റോട്ടിലേക്ക് ചാടി
റോഡും അടിച്ചു പൊളിച്ചോണ്ട് അങ്ങനെ പോവാണ്. എന്നാൽ അങ്ങനെ പിടിക്കാനായി കുറച്ച് പാടാണ്. അങ്ങേരാണേൽ അതിലും വലിയ പോക്കാ. വഴിയിൽ വെച്ച് കൈ കെട്ടിയിരുന്ന ഒരു ബോർഡ് വെച്ച് അങ്ങയുടെ മോന്തക്കിട്ട് ഒരു ഒറ്റ അടിയാണ്. അങ്ങേര് താഴെ വീഴുന്ന നേരം ആ പാവയും കൊണ്ട് പോകാനായി നിൽക്കുന്ന വാൾട്ടറിന്റെ തൊട്ടു പിന്നാലെ അങ്ങേര് വീണ്ടും വരും. പാവയുടെ ഒരു കൈ വാൾട്ടറിന്റെ കയ്യിലും മറു കൈ MDയുടെ കയ്യിലുമാണ്. രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോവുക. അങ്ങനെ വലിഞ്ഞ് ഒരൊറ്റ വരവാണ് തിരിച്ച്. പെട്ടെന്ന് MD വാൾട്ടറിന്റെ തലക്കിട്ട് രണ്ട് തട്ട് തട്ടുമ്പോഴാണ് വാൾട്ടർ സ്വപ്നത്തെയും തിരിച്ചു വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്നത് ഷേളിയെ കാണാനാണ്. ഷേളിക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിൽ കാണിച്ചിരിക്കുന്ന ആ ബോട്ടിന്റെ പേരും കാണിച്ചു കൊടുക്കും. എന്തായാലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തായാലും ചെറിയൊരു തുമ്പ് കിട്ടിയല്ലോ. എന്നാൽ അപ്പോഴാണ് ഷേളി പറയാ, എന്റെ മോൻ സ്കേറ്റിംഗ് പഠിക്കാനായി പോയിരുന്നു, അവനെ കൊണ്ടുവരാനുള്ള സമയമെന്ന്. എന്തായാലും വാൾട്ടറും അവരുടെ കൂടെ തന്നെ ചെല്ലും. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് ആ പയ്യനെ കാണുക, ഒരു സ്കേറ്റിംഗ് പയ്യൻ. തൊട്ടു പിന്നാലെയാണ് ഷേളിക്ക് ഒരു കോള് വരുന്നത്. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവളുടെ കൂട്ടുകാരി തന്നെയാണ് വിളിക്കുന്നത്. അതായത് വാൾട്ടറിന് ഷോൺ ഒക്കോണലിന്റെ അഡ്രസ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ, അവളാണ് വിളിക്കുന്നത്. ഷേളി അവളോട് സംസാരിക്കാനായി കുറച്ച് അകലേക്ക് മാറി നിൽക്കുമ്പോൾ വാൾട്ടർ ആണെങ്കിൽ ആ പയ്യനോട് നീ സ്കേറ്റിംഗ് കൊണ്ട് എന്തൊക്കെയാണ് കാണിക്കാന്ന് ചോദിക്കും. അവനാണെങ്കിൽ ഈ സ്കേറ്റിംഗ് ബോർഡ് മറിച്ചിട്ട് അതിന് മേലെ നിൽക്കുന്ന പരിപാടിയില്ലേ, അത് ചെയ്യാനായി ശ്രമിക്കുകയാണ്. നമ്മുടെ ആൾ പറയും കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ചാടിയാലേ അത് നല്ലപോലെ ചെയ്യാനായി പറ്റുമെന്ന്. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് ബോർഡ് വാങ്ങി അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കും. വാൾട്ടർ ഇതെല്ലാം ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഷേളി കാണാനാണ്. കോളിലായതുകൊണ്ട് തന്നെ അവൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. വാൾട്ടർ ആണെങ്കിൽ തൊട്ട് പിന്നീന്ന് മാസ്മരിക പ്രകടനങ്ങളാണ് കാണിക്കുന്നത്. ആ പയ്യനാണെങ്കിൽ ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുക. ഈ ഒരു കാര്യം വാൾട്ടറിന്റെ സ്വപ്നമല്ല, ഇത് ശരിക്കും കാണിച്ചു തന്നെ. കോള് കഴിയുന്നേരം ഷേളി പറയും, എന്റെ കൂട്ടുകാരി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മാസം അങ്ങേർക്ക് കാശ് അയച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സിയിലെ പ്രിസ്റ്റനിലേക്കാണ്. അങ്ങോട്ടാണെങ്കിലും വാൾട്ടറിന് ട്രെയിനിൽ പോയാൽ മതി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ഇതേ മാസം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൂടെ കാശ് അയച്ചിട്ടുണ്ട്, അതായത് ഗ്രീൻലാൻഡിലേക്ക്. അങ്ങോട്ട് പോകണമെങ്കിൽ പ്ലെയിനിൽ പോകണം, അല്ലെങ്കിൽ ബോട്ടിൽ പോകണം. മാത്രമല്ല നേരത്തെ വാൾട്ടറിന്റെ കൈ കിട്ടിയിരുന്ന ഫോട്ടോയിൽ ഒരു ബോട്ട് കണ്ടില്ലായിരുന്നോ, ആ ബോട്ട് നിൽക്കുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ ഈ ഗ്രീൻലാൻഡിലെ ന്യൂക്ക് എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ഗ്രീൻലാൻഡിലേക്കും എന്തായാലും പോയേ പറ്റൂ. കൂടെ അവൾ വാൾട്ടറിനോട് ചോദിക്കും, നിങ്ങൾ ഈ കമ്പനിയിൽ എത്ര വർഷമായി ജോലി ചെയ്യുന്നു എന്ന്. ഞാൻ 16 വർഷമായി ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവളൊന്നും ഞെട്ടും. കാരണം അവൾ ഈ കമ്പനിയിലേക്ക് വന്നിട്ട് വെറും ഒരു മാസം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു കമ്പനിയിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കുന്നുണ്ടെങ്കിൽ അത് അവളെ ആയിരിക്കും ആദ്യമെന്ന് അവൾക്കൊരു പേടിയുണ്ട്. പെട്ടെന്നാണ് വാൾട്ടറെ പറ്റി ഒരു സ്വപ്നം കാണുന്നത്. ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയിലെ പോലെ പ്രായം കൂടിയൊരു ശിശുവായി അവളുടെ തൊട്ടടുത്തിരുന്ന് തന്റെ പ്രണയങ്ങളെക്കുറിച്ചെല്ലാം അവളോട് തുറന്നു പറയുന്നത്. പക്ഷെ അതിലൊന്നും കാര്യമല്ല. സ്വപ്നത്തെയും തിരികെ വന്നാൽ അവൾ അങ്ങനെ പോവാണ്. അപ്പോഴാണ് അവൾ ഒരു കാര്യം കൂടെ പറയാ, ഈ കമ്പനിയുടെ MD ഇല്ലായിരുന്നോ, അങ്ങനെ വാൾട്ടറിനെ കാണുന്ന ആദ്യ ദിവസം വാൾട്ടറിനോട് തന്റെ ജോലി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കേട്ടിരുന്ന ഒരു പാട്ട് അങ്ങനെ കേട്ടോണ്ടിരുന്നില്ലായിരുന്നോ. ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്ന ധീരതയെക്കുറിച്ചും പോകാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചും ഒക്കെയാണ്. ആ ഒരു കാര്യം കൂടെ അവള് പറയുമ്പോൾ വാൾട്ടറിന് എന്തോ ഒരു സന്തോഷം തോന്നും. പിറ്റേന്ന് കമ്പനിയിലേക്ക് പോകുമ്പോൾ MDയുടെ മുന്നിലാണ് ചെന്ന് എത്തിപ്പെടുക. അങ്ങനെ ചോദിക്കും, ആ 25ാമത്തെ ഫോട്ടോ അത് ഇതുവരെ കിട്ടിയില്ല. വാൾട്ടർ പറയും, അത് പ്രോഗ്രസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയും, ഇനി അത് പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ നിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ പ്രോഗ്രസ് ചെയ്യും. ഓക്കെ, മനസ്സിലായില്ല ഞാൻ പറഞ്ഞ എന്താന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനായി പറ്റില്ലല്ലോ. അങ്ങനെ താഴെ തന്റെ മുറിയിലേക്ക് വന്ന് ആ ഫോട്ടോസ് എല്ലാം ഒന്നുകൂടെ എടുത്ത് വെച്ച് നോക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ചുമരി ഒട്ടിച്ചു വെച്ചിരുന്ന ഷോൺ ഒക്കോണലിന്റെ ഒരു ഫോട്ടോ കാണുന്നത്. അതെപ്പോഴും കാണുന്നതാണ്. എന്നാൽ ഇപ്പൊ അതിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകത, ഷോൺ ഒക്കോണൽ വാൾട്ടർ മിറ്റിയെ തന്റെ അടുത്തേക്ക് വായോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്ന പോലെ. അത് കണ്ടപ്പോൾ തന്നെ വാൾട്ടർ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അപ്പൊ തന്നെ ഗ്രീൻലാൻഡിലേക്ക് പറക്കാനായി തീരുമാനിച്ചു. അങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് ചെന്ന് ഒരു ടിക്കറ്റും ശരിയാക്കി അങ്ങനെ ഗ്രീൻലാൻഡിലേക്ക് പോകാനുള്ള വിമാനത്തിൽ കയറി. അതിലാകെ 2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറന്ന് 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 ഗ്രീൻലാൻഡിൽ എത്തി. അവിടുന്ന് വാടകയ്ക്ക് ഒരു കാറും എടുത്തുകൊണ്ട് നേരെ ന്യൂക്കിലേക്കാണ് പോകുന്നത്. ആ ന്യൂക്കിലാണല്ലോ ആ ബോട്ടുള്ളത്, അതുകൊണ്ട് അങ്ങോട്ടാണ് പോകുന്നത്. അവിടുന്ന് ഒരു ബാറിൽ കയറി അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയോട് ഷോൺ ഒക്കോണൽ എന്നൊരു അമേരിക്കക്കാരൻ ഇവിടേക്ക് എന്തെങ്കിലും കത്തുകൾ അയക്കാറുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങേരുടെ കത്തുകൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും അയക്കാറുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്കൊരു ബീർ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ ആ ബീറും വാങ്ങിച്ചുകൊണ്ട് വാൾട്ടർ പിന്നെയും ചോദിക്കുമ്പോഴാണ് അവർ അതിനെക്കുറിച്ചെല്ലാം പറയാ. ഷോൺ ഒക്കോണൽ ഇവിടെ വെച്ച് ഓരോ കത്തുകൾ ഓരോ സ്ഥലങ്ങളിലേക്കും അയക്കാറുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് തന്നെ പറ്റില്ല. ഇവിടുന്ന് ഒരു ഹെലികോപ്റ്റർ ഈ കത്തുകളെല്ലാം പറഞ്ഞയക്കും. ആ ഹെലികോപ്റ്റർ പറന്ന് 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 കടലിൽ ഒരു ബോട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ആ ബോട്ടാണ് കത്ത് കരയിലെത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ തൊട്ട് പിന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മദ്യപിച്ചിരിക്കുന്ന ആളുണ്ട്. അങ്ങനെ വാൾട്ടറിന്റെ അടുത്തേക്ക് അങ്ങനെ വരിക. അങ്ങേരുടെ കെട്ടുകൾ അങ്ങേര് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതായപ്പോൾ ഇട്ടേച്ച് പോയാണ്. എന്നാൽ പോയപ്പോഴാണ് കെട്ടുകളെ കുറിച്ചുള്ള വിലകളെല്ലാം മനസ്സിലായേ. അല്ലെങ്കിലും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില കാണില്ലല്ലോ, വില അറിയില്ലല്ലോ. അങ്ങേര് ചോദിക്കും, ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിന്റെ ബാക്കി ഭാഗം നിനക്ക് പാടാനായി പറ്റുമെന്ന്. എന്നാൽ നമ്മുടെ ആൾ പറയും, എനിക്ക് പാട്ട് പാടാൻ അറിയില്ലാന്ന്. എന്നാൽ അങ്ങേര് പിന്നെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാൾട്ടർ ചെറുതായി ആ പാട്ടൊന്ന് പാടും. അത് കേൾക്കുന്ന അങ്ങേര്, നീ ഇതിലും ഭേദം പാടാതിരിക്കുന്നതെന്ന് പറയും. കൂടെ തന്നെ ഒരു തട്ടുകൂടെ കൊടുക്കുമ്പോൾ എന്റെ ബോഡിയിൽ തട്ടല്ലേ എന്ന് വാൾട്ടർ പറയും. അതിന്റെ ദേഷ്യത്തിൽ അങ്ങേര് പിന്നെയും തട്ടും. പോരെ, ഇനിയും വേണോ, ഇനിയും വേണേ തരാം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ 2 പേരും പൊരിഞ്ഞ അടിയായി. അങ്ങനെ ആ അടിയുടെ ഇടയിലാണ് അങ്ങേരുടെ പെരുവിരല് ഹീറോ ശ്രദ്ധിക്കുന്നത്. ആ പെരുവിരല് തന്റെ ഫോട്ടോയിലുള്ള അതേ പെരുവിരലാണ്. അതായത് ഷോൺ ഒക്കോണൽ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോയിലെ അതേ പെരുവിരല്. അങ്ങനെ അടിയും ഇടിയെല്ലാം നിർത്തലാക്കി 2 പേരും സംസാരിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഷോൺ ഒക്കോണൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് അങ്ങയുടെ കൈയുടെ ഒരു ഫോട്ടോ എടുത്തു. അതെന്തിനാന്ന്
അങ്ങേർക്കും അറിയില്ല. വാൾട്ടർ പറയും, ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചതേ ഇല്ലാന്ന്. അതിന് അങ്ങേര് പറയും, ആകെ ഈ നാട്ടിൽ 8 പേരാണ് താമസിക്കുന്നത്, ഞാനടക്കം 8 പേര്. അതിൽ നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങേര് കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. കുറച്ച് നേരത്തെ ഷോൺ ഓക്കോണൽ ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് അങ്ങേര് ഇവിടെ വെച്ച് ഹെലികോപ്റ്ററിൽ ബോട്ടിലെ പോവായിരുന്നു. എന്നാൽ എനിക്കും ആ ബോട്ടിലേക്ക് പോകണമെന്ന് വാൾട്ടർ പറയെങ്കിലും അപ്പോഴാണ് മനസ്സിലാവുക ആ ഹെലികോപ്റ്റർ ഓടിക്കുന്ന ആരാന്ന് വെച്ചാല് ഈ മുന്നിരിക്കുന്ന വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന അങ്ങേരില്ലേ, അങ്ങേര് തന്നെയാ. അങ്ങനെയെങ്കിൽ ഞാൻ ഹെലികോപ്റ്ററിൽ വരുന്നില്ല, എനിക്ക് ബോട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാനായി പറ്റുമെന്ന് ചോദിക്കും. അങ്ങേര് പറയും, ബോട്ടിലെ റേഡിയോ വർക്ക് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു റേഡിയോ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോന്നോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വാൾട്ടർ പോകണ്ടെന്നാണ് വിചാരിക്കുക. ജീവനി നല്ല പേടിയുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും പോയല്ലേ പറ്റൂ. അങ്ങേരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചല്ലേ പറ്റൂ. മാത്രമല്ല ഷോൺ ഓക്കോണലിന്റെ വലിയൊരു ആരാധക കൂടെയാണ് വാൾട്ടർ. അതുകൊണ്ട് അങ്ങനെ കണ്ടേ പറ്റൂ. പക്ഷെ ആകെ കൂടെ ഒരു പേടി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അങ്ങേർക്ക് ആ റേഡിയോയും കൊണ്ടുപോകാനുള്ള സമയമായി. അങ്ങേര് വിളിക്കെങ്കിലും വാൾട്ടർ പോകില്ല. അങ്ങേര് അങ്ങനെ ഹെലികോപ്റ്ററിൽ കയറി പോകാനായി നിൽക്കുകയാണ്. അന്നേരമാണ് വാൾട്ടർ മറ്റൊരു സ്വപ്നം കാണുന്നത്. തന്റെ ഷേളി ഇല്ലായിരുന്നോ, ഷേളി അവിടെ വന്ന് വാൾട്ടറിന് വേണ്ടി ആ പാട്ട് പാടി കൊടുക്കുന്നത്. ധീരതയുടെ ആ പാട്ടില്ലായിരുന്നോ അത് പാടി കൊടുക്കുന്നത്. കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഹെലികോപ്റ്ററിലേക്ക് കയറാനായി പോവാണ്. ഹെലികോപ്റ്റർ ഇപ്പൊ പൊന്തു എന്ന അവസ്ഥയിലാ. ഓടി ചെന്ന് പെട്ടി അതിലേക്കിട്ട് ഒരൊറ്റ ചാട്ടി കയറ്റാണ്. അങ്ങേര് ചോദിക്കും, എന്ത് പറ്റി രമണ, ഇപ്പൊ എന്റെ കൂടെ വരാനായി ഒരു പ്ലാൻ ഇട്ടെ, നിനക്ക് പേടിയൊന്നുമില്ലേ? എന്നാൽ വാൾട്ടറിന്റെ മുഖത്ത് നല്ല പേടിയുണ്ട്. എന്തായാലും ആടി ഒലഞ്ഞ് ഇളകി മറിയുന്ന കടലിന്റെ മേലെ കൂടെ ഹെലികോപ്റ്ററിൽ അവർ അങ്ങനെ പോവാണ്. കുറേ ദൂരം പോകുമ്പോഴാണ് അവർ ആ ബോട്ട് കാണുന്നത്. എന്നാൽ ആ ബോട്ടിലേക്ക് ഹെലികോപ്റ്റർ ഇറക്കാനായി പറ്റില്ല. ഇതെങ്ങനെയാ ഞാൻ അങ്ങോട്ട് പോണ്ടേന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, നീ താഴേക്ക് ചാടിയാൽ മതി, ബോട്ടിന്റെ അടുത്തേക്ക് ചാടിയാൽ മതി, അവര് നിന്നെ എടുത്തോളും. എന്നാൽ കൂടെ തന്നെ റേഡിയോ എടുക്കാനായി മറക്കല്ലേ. ഹീറോ ആകെ ടെൻഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. താഴേക്ക് ചാടിയാൽ പിന്നെ ജീവിച്ചിരിക്കാനേ പറ്റുമോ അതിനെക്കുറിച്ചും അറിയില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ചാടിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അവസാനം വേറെ ഒരു വഴിയില്ലാതെ ആ റേഡിയോയും തന്റെ പെട്ടിയും എല്ലാം കൂടി എടുത്ത് വാൾട്ടർ കടലിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. വാൾട്ടറിനോട് പറഞ്ഞിരുന്നത് ആ വലിയ ബോട്ടിന്റെ അടുത്ത് ചെറിയൊരു ബോട്ട് കൂടി ഉണ്ട്, അതിന്റെ അടുത്തേക്ക് ചാടാനാണ്. എന്നാൽ വാൾട്ടർ ചാടിയിരിക്കുന്നത് വലിയ ബോട്ടിന്റെ അടുത്തേക്കാ. തിരമാല ആടി ഒലയുന്നോണ്ട് തന്നെ ചെറിയ ബോട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് വാൾട്ടറിനെ കാണാനായി പറ്റുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വലിയ ബോട്ടിൽ നിൽക്കുന്ന ക്യാപ്റ്റനും ആളുകളും എല്ലാവരും കൂടെ വാൾട്ടറിനോട് വിളിച്ചു പറയും, നീ പേടിക്കല്ലേ, നല്ലപോലെ അവിടെ തന്നെ നിൽക്ക്, നിന്നെ കൊണ്ടുപോകാനായി ഇപ്പൊ അവരെത്തു. എന്നാൽ അപ്പോഴാണ് വാൾട്ടർ കാണുന്നത് കുറെ വലിയ മീനുകൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. അത് കടിച്ചു പറിക്കുന്ന മീനാണോ എന്ത് മീനാണോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അന്നേരം ബോട്ടിലെ ക്യാപ്റ്റൻ വിളിച്ചു പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഷാർക്കൊന്നും അല്ല, ഡോൾഫിൻ ആണ്. ഡോൾഫിൻ നിന്നെ ഷാർക്കിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിക്കോളും, പേടിക്കണ്ട. അങ്ങനെയെങ്കിൽ ഡോൾഫിൻ എന്റെ അടുത്തേക്ക് വന്നോട്ടെ എന്നാണ് വാൾട്ടറിന്റെ മനസ്സിൽ. അങ്ങനെ ആ ഡോൾഫിനെ കാത്തിരിക്കുമ്പോഴാണ് മനസ്സിലാവുക അത് പെരുത്ത സ്രാവാണ്, കടിക്കാനായി നോക്കാണ്. കയ്യിലുണ്ടായിരുന്ന പെട്ടി കൊണ്ട് അതിന്റെ തലമണ്ടക്കിട്ട് അടിക്കാനായി നോക്കും. 2-3 അടി കൊള്ളുന്നുണ്ട്, എന്നാലും സ്രാവ് വിടില്ല. അപ്പോഴേക്ക് ബോട്ടും കൊണ്ട് ആളുകൾ എത്തി. ആ ബോട്ടിലേക്ക് ചാടി കയറുമ്പോൾ തന്നെ സ്രാവിന്റെ ഒരു കടി മിസ്സായി. അങ്ങനെ വലിയ ബോട്ടിൽ കയറുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഷോൺ ഓക്കോണൽ 4 മണിക്കൂർ മുന്നേ ഇവിടെ നിന്ന് മറ്റൊരു ബോട്ടിൽ കയറി ഐസ്ലാൻഡിലേക്ക് പോയെന്ന്. അങ്ങനെ വിളിച്ചു നോക്കാനായി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയാം, അതിന് വേണ്ട റേഡിയോ അല്ലേ നീ ആ കടലിൽ കൊണ്ട് താഴ്ത്തിറക്കിയേ, അതുകൊണ്ട് ഇനി വിളിക്കാനായി പറ്റില്ല. ആ ബോട്ടിൽ തന്നെ ഒരു അമേരിക്കക്കാരൻ ജോലി ചെയ്യുന്നുണ്ട്. വാൾട്ടർ മിറ്റിയും ഒരു അമേരിക്കക്കാരനാണെന്ന് മനസ്സിലാകുന്ന നേരം അങ്ങേര് വാൾട്ടർ മിറ്റിയെ അങ്ങയുടെ റൂമിലേക്ക് കൊണ്ട് ചെല്ലും. കഴിക്കാനായി കേക്ക് എടുക്കും. ആ കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഷോൺ ഓക്കോണൽ ആണ്. അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പേപ്പറിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചത് ഷോൺ ഓക്കോണൽ തന്നെയാണ്. അത് വായിച്ചു നോക്കാനായി മിറ്റി ശ്രമിച്ചു നോക്കും. ഐജഫെല്ല ലോക്കുൽ എന്നാണ് മിറ്റി വായിക്കുക. എന്നാൽ കൂടെയുള്ള ആള് പറയും, അത് ഐജഫെല്ല ലോക്കുൽ എന്നല്ല, എയ്യഫെല്ലക്കുൽ എന്നാണ്. എയ്യഫെല്ലക്കുൽ എന്ന് പറഞ്ഞാൽ ഐസ്ലാൻഡിലെ ഒരു അഗ്നിപർവ്വതത്തിന്റെ പേരാണ്. കൂടെ തന്നെ മെയ് 2 കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം മെയ് 2 അങ്ങേര് അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് വാൾട്ടർ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ വാൾട്ടറിനെ സഹായിക്കാനായി തീരുമാനിക്കും. ഐസ്ലാൻഡിൽ എത്തിച്ചു കൊടുക്കാനായി തീരുമാനിക്കും. പിറ്റേന്ന് രാവിലെ മെയ് 2 അവർ ഐസ്ലാൻഡിൽ എത്തുക. അവിടെ നിന്നും 15 കിലോമീറ്റർ യാത്ര ചെയ്താലേ എയ്യഫെല്ലക്കുൽ എന്ന് പറഞ്ഞ ആ അഗ്നിപർവ്വതമുള്ള നാട്ടിലേക്ക് എത്താനായി പറ്റൂ. ഇനി ഇവിടുന്ന് കുറെ ദൂരം പോകണല്ലോ, എങ്ങനെ പോകണമെന്ന് അറിയില്ല. അമേരിക്കക്കാരൻ പറയും, ഇവിടുന്ന് 15 കിലോമീറ്റർ യാത്ര ചെയ്യാനായി ദേ ദൂരെ കണ്ടില്ലേ ആ സൈക്കിൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ പേര് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടില്ലേ, അവരെല്ലാവരും ഈ നാട്ടിൽ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ കാണാനായി പോകുന്ന ആളുകളാണ്. അവർക്കെല്ലാവർക്കും പോകാനായി ആ ഒരൊറ്റ സൈക്കിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സൈക്കിൾ കിട്ടിയാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ആ സ്ഥലത്ത് എത്താനായി പറ്റൂ. ഇത് കേട്ടപ്പോൾ തന്നെ വാൾട്ടർ ഒരൊറ്റയോട്ടാണ് സൈക്കിളിന്റെ അടുത്തേക്ക്. മുന്നേ ഓടുന്ന എല്ലാത്തിനെയും തോൽപ്പിച്ചുകൊണ്ട് ആ സൈക്കിൾ എടുത്തുകൊണ്ട് അങ്ങനെ ഓടിച്ചു പോകാനായി തുടങ്ങി. അങ്ങനെ സൈക്കിൾ കിട്ടിയല്ലോ, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോകുന്ന വഴിയിൽ ഷെറിലിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വരിക. എന്നാൽ അപ്പോഴാണ് ആ ഡേറ്റിംഗ് ആപ്പിലെ കസ്റ്റമർ കെയർ ഉണ്ടായിരുന്ന ആളില്ലായിരുന്നോ അങ്ങനെ വാൾട്ടറിനെ വിളിക്കുന്നത്. വാൾട്ടർ തുടക്കത്തിൽ അങ്ങനെ വിളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ, അങ്ങനെ ഇപ്പൊ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെ പ്രൊഫൈൽ ആഡ് ചെയ്യാനായി നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തോ, എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് വാൾട്ടർ പറയാ, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു. ഞാൻ വിമാനത്തിൽ ഗ്രീൻലാൻഡിലേക്ക് പോയി, അവിടുന്ന് മദ്യപിച്ചിരിക്കുന്ന ഒരാളുടെ കൂടെ ഹെലികോപ്റ്ററിൽ ഒരു ബോട്ടിലേക്ക് പോയി, അവിടുന്ന് കടലിലേക്ക് ചാടിയപ്പോൾ ഒരു സ്രാവുമായി എനിക്ക് പോരിടേണ്ടി വന്നു. അങ്ങനെയെല്ലാം രക്ഷപ്പെട്ട് ഞാനിപ്പോൾ ഐസ്ലാൻഡിലാണ് നിൽക്കുന്നത്. അത് കേൾക്കുന്ന അങ്ങേര്, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തോ, നിങ്ങൾ ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞോണ്ട് കോള് കട്ട് ചെയ്യും.
എന്നാൽ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരം വാൾട്ടർ പറന്നുകൊണ്ടിരിക്കുന്ന കിളികളെ കാണുമ്പോഴും അതിൻ്റെ ഇടയിൽ ഷേളി നിൽക്കുന്ന പോലെയാണ് തോന്നുക. എന്നാൽ ശ്രദ്ധയൊന്നും മാറിയപ്പോൾ സൈക്കിൾ അവിടെ ഒരു കമ്പിലിടിച്ചൊരു ഒറ്റ വീഴ്ചയാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ സൈക്കിൾ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി കുറേ ദൂരം ഓടി 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 ഒരു ചെറിയ പട്ടണത്തിലെത്തിപ്പെടും. അവിടെ കുറച്ച് പയ്യന്മാർ നിൽക്കുന്നുണ്ട്. പയ്യന്മാരുടെ ഫാമിലി ആണേൽ അച്ഛനും അമ്മയാണേൽ കാറിൽ കയറി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടോ പോകാനായി നിൽക്കുകയാണ്. ആ പയ്യന്മാരുടെ കയ്യിൽ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്. വാൾട്ടർ പയ്യന്മാരോട് ALF എല്ലാക്കുല്ല എന്ന അഗ്നിപർവ്വതം ഏത് സിറ്റിയിലാണെന്ന് ചോദിക്കുമ്പോൾ പയ്യന്മാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ടൊന്നും പറയാനായി അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ആൾ മറ്റൊരു കാര്യം ചോദിക്കും, എൻ്റെ പാവക്ക് പകരമായി നിങ്ങളുടെ കയ്യിലെ സ്കേറ്റിംഗ് ബോർഡ് തരാനായി പറ്റുമെന്ന് ആംഗ്യത്തിൽ ചോദിക്കും. എന്നാൽ അവരതിന് ആദ്യമൊന്നും നിൽക്കില്ല. എന്നാൽ ഈ പാവക്കൊരു പ്രത്യേകതയുണ്ട്. എത്രയൊക്കെ വലിച്ചാലും പൊട്ടില്ല, മുറിയില്ല, അടിയില്ല, പൊളിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പാവയാണ്. അതിനെക്കുറിച്ചെല്ലാം വർണ്ണിച്ചു കൊടുക്കുന്ന നേരം പയ്യന്മാർ അതെല്ലാം വലിച്ചു നോക്കും. അവർക്കത് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ സ്കേറ്റിംഗ് ബോർഡിന് പകരം ആ പാവക്കുട്ടിയെ എടുക്കും. എന്നിട്ട് മുന്നിൽ കാണുന്ന ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ഹോട്ടലിന്റെ മുതലാളി കിട്ടിയ സാധനങ്ങളെല്ലാം കെട്ടിപ്പൂട്ടി അവിടുന്ന് പോകാനായി നിൽക്കുകയാണ്. സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക ഷോൺ ഒകോണൽ ഈ ഹോട്ടലും വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അതായത് AF എല്ലക്കുൽ എന്ന അഗ്നിപർവ്വതമുള്ള സിറ്റിയില്ലേ, അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വഴി അങ്ങേര് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അപ്പം തന്നെ അങ്ങോട്ട് പോവാണ്. തൊട്ടു പിന്നാലെ അങ്ങേര് വന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വാൾട്ടർ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഓടിച്ചെന്ന് താഴ്വരയിലേക്ക് നോക്കുമ്പോഴാണ് കുറേ ദൂരമുണ്ട്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ്. അപ്പം തന്നെ റോട്ടിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് കയ്യിൽ കെട്ടിവെക്കും. രണ്ട് കയ്യിലും കെട്ടിവെക്കും. അതെന്തിനാന്ന് വെച്ചാൽ സ്കേറ്റിംഗ് ബോർഡിൽ വേഗത്തിൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ വളവിൽ നിന്നെല്ലാം പെട്ടെന്ന് വളയ്ക്കാനായി കൈ കൂടെ താഴെ വെക്കണം. സാധാരണ ഗ്ലൗസ് ആണ് ഇതിന് ഉപയോഗിക്കുക. പക്ഷെ കയ്യിലിപ്പോൾ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കല്ല് വെച്ചാണ് വളയ്ക്കാനായി തീരുമാനിക്കുന്നത്. അതായത് കല്ലല്ല വളയ്ക്കുക, നമ്മുടെ കൈയ്യുന്ന തറയിൽ ഉറപ്പിച്ച് വെക്കാൻ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് യാത്രയായി. നല്ല വേഗത്തിലാണ് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് ആ സിറ്റിയിലെത്തി. ആ സിറ്റിയിലെത്തുമ്പോഴാണ് മനസ്സിലാവുക അവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല. ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം വിളിച്ചു നോക്കും. എന്നാൽ അവിടെ ആരുമില്ല. തൊട്ടു പിന്നാലെയാണ് നേരത്തെ കണ്ട ഹോട്ടലിന്റെ മുതലാളി ഇല്ലായിരുന്നോ, അങ്ങേര് കാറല്ല ജീപ്പിൽ അങ്ങോട്ട് വരുന്നത്. അങ്ങേരുടെ ഭാഷയിൽ വാൾട്ടറിനോട് അങ്ങേര് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ വാൾട്ടറിനൊന്നും മനസ്സിലാവുന്നില്ല. സംഗതി എന്താന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന അഗ്നിപർവ്വതം ഇല്ലായിരുന്നോ, അത് പൊട്ടിത്തെറിക്കാനായി പോവാണ്. പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ പറയാം. അത് പൊട്ടിത്തെറിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടോ പോകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നത്. അപ്പോഴാണ് മേലെ കൂടെ ഒരു വിമാനം വേഗത്തിൽ പോകുന്ന ശബ്ദം കേൾക്കുക. അതിലേക്ക് നോക്കുമ്പോഴാണ് വാൾട്ടർ ഞെട്ടുന്നത്. ആ വിമാനത്തിന്റെ തൊട്ടുമേലെ ഒരാൾ കയറി കെട്ടിവെച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതാരാന്ന് വെച്ചാൽ ഷോൺ ഒകോണലാണ്. ആ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ ഫോട്ടോ എടുക്കാനാണ് അങ്ങേര് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴാണ് അഗ്നിപർവ്വതം പൊട്ടിയെന്ന കാര്യം വാൾട്ടർ മനസ്സിലാക്കുന്നത്. വേഗത്തിൽ ജീപ്പിലേക്ക് ചാടി കയറും. അങ്ങനെ അങ്ങേര് ജീപ്പ് വേഗത്തിൽ ഓടിക്കുന്നുണ്ടെങ്കിലും തൊട്ടു പിന്നാലെ ചാരവും പുകയും കല്ലുകളെല്ലാം തിരിച്ചങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന്റെ ഒടുവിൽ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. എന്നാലും അങ്ങേര് വാൾട്ടറിനെ രക്ഷപ്പെടുത്താനായി വന്നതിൽ വാൾട്ടറിന് നല്ല സന്തോഷമുണ്ട്. അങ്ങേരാണേൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മോട്ടലിന്റെ മുന്നിലാണ് വാൾട്ടറിനെ ഇറക്കി കൊടുക്കുക. കൂടെ തന്നെ ഷോൺ ഒകോണലിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായി പറ്റട്ടെ എന്ന് കൂടെ പറയും. അങ്ങേരോട് ഒരു നന്ദിയും പറഞ്ഞ്, ഒരു നന്ദിയല്ല നല്ലപോലെ ഒരു വലിയ നന്ദിയും പറഞ്ഞുകൊണ്ട് വാൾട്ടർ നേരെ ആ മോട്ടലിലേക്ക് ചെല്ലും. ഇതുവരെ ഉണ്ടായിരുന്ന ചിലവിന്റെ കണക്കെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിലേക്ക് ഷെറിൽ വിളിക്കുന്നത്. നേരത്തെ ഷെറിലിന്റെ പേര് ഞാൻ ഷേളി എന്ന് പറഞ്ഞു പോയോ എന്നൊരു സംശയം. എന്തായാലും ഷെറിലാണ്, മറന്നു പോണ്ട. നിങ്ങൾക്ക് മറന്നു പോയെന്ന് വരില്ല, പക്ഷെ ഞാൻ എന്നോട് തന്നെയാണ് പറഞ്ഞ മറക്കണ്ടെന്ന്. എന്തായാലും അവൾ എന്തിനാ വിളിച്ചെന്ന് വെച്ചാൽ ഹീറോയെ കാണാനായി അവൾ ഓഫീസിൽ നിന്ന് ഹീറോയുടെ റൂമിലേക്ക് ചെന്നിരുന്നു. എന്നാൽ അവിടെ കണ്ടില്ല. നമ്മുടെ ആൾ പറയും, ഞാൻ ഓഫീസിൽ വന്നിട്ടില്ല, ഞാനിപ്പോൾ ഐസ്ലാൻഡിലാണ് നിൽക്കുന്നത്, ഞാൻ ഷോൺ ഒകോണലിനെ തിരഞ്ഞാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയും. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്കൊരു അത്ഭുത. കൂടെ തന്നെ ഷോൺ ഒകോണലിലെ കേക്ക് പൊതിയാനായി ഉപയോഗിച്ചിരുന്ന പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവളോട് ചോദിക്കുന്ന നേരം അവൾ പറഞ്ഞെടുക്കും. അതിലൊരു വാക്ക് രാജ്ഗാവിസ് എന്നാണ്. അതിന്റെ അർത്ഥം ഷോർട്ട് മാൻ എന്ന ചെറിയ ശക്തിയുള്ള ഒരു മനുഷ്യൻ. അടുത്തത് ബുസ്കാഷി എന്നാണ്. ബുസ്കാഷി എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഹോക്കിക്ക് പറയുന്ന പേരാണ്, ഒരു ഗെയിം. പിന്നെയുള്ളത് മന്ത്രവാദി എന്ന്. എന്നാൽ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാലും ഹീറോക്കൊന്നും മനസ്സിലാക്കാനായി പറ്റുന്നില്ല. പക്ഷെ കൂട്ടി വായിച്ചാൽ എന്തോന്ന് മനസ്സിലാക്കാനായി ഉണ്ട്. ഇപ്പം നിങ്ങൾ എവിടെയാണെന്ന് ഷെറിൽ ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ പാപ്പ ജോൺസ് എന്ന കടയിലായിരുന്നു, ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നതേ ഉള്ളൂ. അവിടെയുള്ള അന്തരീക്ഷം, കപ്പ്, അതൊന്നും എനിക്ക് ശരിയായില്ല, ഞാൻ ഇങ്ങോട്ട് പോന്നു. പാപ്പ ജോൺസ് എന്ന് പറഞ്ഞാൽ ബർഗർ കിങ്സ്, മെക്ഡൊണാൾഡ്സ് അങ്ങനെയൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഷോപ്പാണ്. അവിടെ നിന്ന് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോന്നേ? കപ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹീറോ പറയും, അങ്ങനെയൊന്നുമില്ല, എൻ്റെ 17ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു എന്നെ. അച്ഛൻ ഇല്ലാതായതോട് കൂടെ തന്നെ വീട്ടിൽ കാശൊന്നും ഇല്ലാതെയായി. അതുകൊണ്ട് അതേ ദിവസം, അച്ഛൻ മരിച്ച ദിവസം തന്നെ ഞാൻ പാപ്പ ജോൺസിൽ ജോലി കയറി. അപ്പോൾ ആ ഓർമ്മകളെല്ലാം കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാ, വേറെ ഒന്നും അല്ലാന്ന് പറയും. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് അവർ കോൾ കട്ട് ചെയ്യും. അപ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് ഹീറോക്ക് വരുന്നത്. മെസ്സേജിൽ എഴുതി വെച്ചിരിക്കുന്നത്, കമ്പനിയുടെ MD ഇല്ലായിരുന്നോ, അങ്ങനെ ഹീറോ ഇനി കണ്ടില്ലെങ്കിൽ പോലീസിന് പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറി തിരികെ അമേരിക്കയിലേക്ക് എത്തും.
എത്തും. ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന നേരം കൂടെ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാവരും അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. കുറെ ആളുകളെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹീറോ അവിടെ നിൽക്കുമ്പോഴാണ് MD അങ്ങോട്ട് വരുന്നത്. ഹീറോയെ കാണുമ്പോൾ തന്നെ ആ നെഗറ്റീവ് ഫോട്ടോ 25 നമ്പർ ഫോട്ടോയെ കുറിച്ച് ചോദിക്കും. വാൾട്ടർ പറയും, അതിനെക്കുറിച്ച് ഇതുവരെ ശരിയായിട്ടില്ല. അത് ഐസ്ലാൻഡിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതെടുക്കാനായിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാനായി പറ്റിയില്ല. പക്ഷെ MD ആണെങ്കിൽ ഹീറോ പറയുന്നൊന്നും കേൾക്കാനേ നിൽക്കുന്നില്ല. അതിന്റെ ദേഷ്യത്തിൽ ഹീറോ പറയും, ഞാൻ ലക്ഷക്കണക്കിന് നെഗറ്റീവ് ഫോട്ടോസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊന്നുപോലും ഇതുവരെ മിസ്സായിട്ടില്ല. ഇതെന്റെ പ്രശ്നമല്ല. അങ്ങനെ പറയും, എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളൊരു ബോർഡിൽ എഴുതി നിങ്ങളുടെ നെറ്റിയിൽ ഒട്ടിച്ചു വെക്ക്. അടുത്ത ജോലിക്ക് പോകുമ്പോൾ ഇന്റർവ്യൂക്ക് പോകുമ്പോൾ അതെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കാം. എന്നാൽ ഹീറോക്ക് ഇനിയൊന്നും പറയാനില്ല, ഇനിയൊന്നും ചെയ്യാനുമില്ല. പുറത്തായെന്ന് മനസ്സിലായല്ലോ. തൊട്ടു പിന്നാലെ കൂട്ടുകാരൻ വന്ന് പറയുമ്പോഴാണ് മനസ്സിലാവുക ഷെറിലിനെയും ഈ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അന്ന് തന്നെ ഷെറിലിനെ കാണാനായി അവിടെ നിൽക്കുന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ വാതിലുറക്കുന്ന ഒരു പുരുഷനാണ് ഇവിടെ ഷെറിൽ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നിൽക്കാണ്. ഹീറോ പറയും, ഞാൻ അവളുടെ കൂടെ ജോലി ചെയ്യുന്നയാളാ, അവളെ കാണാനൊന്ന് വന്നാന്ന്. അങ്ങനെ അകത്തേക്ക് ഷെറിൽ സ്വീറ്റ് ഹണി എന്ന് വിളിച്ച് പോകുന്നത് കേൾക്കുമ്പോൾ ഹീറോക്ക് മനസ്സിലായി അവളുടെ പോയ ഭർത്താവ് അതുപോലെ തന്നെ തിരികെ വന്നിരിക്കുകയാണെന്ന്. ഇനി അവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന സ്കേറ്റിംഗ് ബോർഡ് അവളുടെ മകനായി അവിടെ വെച്ചോണ്ട് തിരികെ വീട്ടിലേക്ക് തന്നെ എത്തും. അങ്ങനെ വീട്ടിൽ എത്തുമ്പോൾ ആദ്യം തന്നെ ചെയ്യാ ഷോൺ ഓക്കോണിൽ സമ്മാനമായി കൊടുത്തിരുന്ന പേഴ്സ് ഇല്ലായിരുന്നോ, അതിൽ നിന്ന് തന്റെ ID കാർഡ് എടുത്ത് അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടും. ID കാർഡല്ല, പേഴ്സാണ് ബിന്നിടുന്നത്. മാത്രമല്ല വീട്ടിൽ പിയാനോ ഫിക്സ് ചെയ്യാനായി 2 ആളുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള കാശും വാൾട്ടറാണ് കൊടുക്കുന്നത്. അതുകൂടെ കൊടുത്തതോടുകൂടെ കയ്യിലുള്ള കാശെല്ലാം കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാൾട്ടർ അവിടെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ പിയാനോയുടെ ഒരു ഭാഗം വാൾട്ടർ ശ്രദ്ധിക്കുന്നത്. ഷോൺ ഓക്കോണിൽ അയച്ചു കൊടുത്തിരുന്ന 3 ഫോട്ടോസ് ഇല്ലായിരുന്നോ, അതിലൊരു ഫോട്ടോ എന്താണെന്ന് മനസ്സിലാക്കാനായി പറ്റിയില്ല. ആ ഫോട്ടോയിലുള്ള ഭാഗമാണ് ഇപ്പൊ പിയാനോയുടെ ഒരു ഭാഗമായി കാണുന്നത്. ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഇതേ പിയാനോ തന്നെയാണ് ഫോട്ടോയിൽ കാണുന്നത്. പിയാനോയിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ട്, അതേ പൊട്ട് തന്നെ ഈ ഫോട്ടോയിലുണ്ട്. അമ്മയോട് ചോദിക്കും, നിങ്ങളുടെ പിയാനോയുടെ ഫോട്ടോ ഈ അടുത്ത് ആരെങ്കിലും എടുത്തിരുന്നോന്ന്. അമ്മ പറയും, ഞാൻ തന്നെയായിരുന്നു എടുത്തത്, ഷോൺ ഓക്കോണിലിന്റെ ക്യാമറ വെച്ച്. ഇത് കേൾക്കുന്ന വാൾട്ടർ ഞെട്ടും. അതെങ്ങനെ? നീ ഇല്ലാത്ത നേരം എന്നെ കാണാനും നിന്നെക്കുറിച്ച് ചോദിക്കാനും ഷോൺ ഓക്കോണിൽ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. നിന്റെ ജോലിയെക്കുറിച്ചെല്ലാം അവൻ എപ്പോഴും എന്നോട് സംസാരിക്കും. ലൈഫ് മാഗസിനെ പൂർണ്ണതയിൽ എത്തിക്കാനായി ഏറ്റവും കൂടുതൽ ശ്രമിച്ച നീയാണെന്നും ഷോൺ ഓക്കോണിലിന്റെ ഫോട്ടോസ് എല്ലാം കാര്യമായി പ്രസിദ്ധീകരിക്കാനായി കഷ്ടപ്പെട്ടത് നീയാണെന്നും എന്നോട് പറഞ്ഞു. എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, മാർക്കറ്റിൽ വെച്ച് ഞാനല്ലായിരുന്നോ നിന്നോട് പറഞ്ഞിരുന്നത്, ചിലപ്പോഴപ്പം നീ സ്വപ്നം കണ്ടോണ്ടിരിക്കായിരിക്കും, അതുകൊണ്ട് നീ കേൾക്കാനായി വഴിയില്ല. വാൾട്ടർ പറയും, അങ്ങനെ അയച്ചിരുന്നൊരു ഫോട്ടോ കമ്പനിയിൽ കാണുന്നില്ല. ആ ഒരു ഫോട്ടോ കാണാത്തോണ്ട് തന്നെ എന്നെ അവർ പുറത്താക്കി. അങ്ങനെയെങ്കിൽ നിനക്ക് അങ്ങനെ കണ്ടുപിടിച്ചൂടെ എന്ന് ചോദിക്കും. അങ്ങനെ കണ്ടുപിടിക്കാനായി പറ്റുന്നില്ല. അങ്ങനെ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ കുറെ തെരഞ്ഞു. എന്തെല്ലാമോ ക്ലൂകളെല്ലാം തരുന്നുണ്ട്. മന്ത്രവാദി എന്നും ഷോർട്ട് മാൻ എന്നും ഹോക്കി എന്നും അങ്ങനെ എന്തൊക്കെയോ. അതിന് അമ്മ പറയും, മന്ത്രവാദി എന്നല്ല, വാർലോഡ്, പ്രഭുക്കന്മാർ. അവരെ കാണാൻ പോയി അവരുടെ കയ്യിലേക്ക് എന്റെ കേക്ക് കൊടുത്താൽ അവർ കാടും മലയും കയറാനായി സമ്മതിക്കും. അവിടെ ചെന്ന് ഹിമപ്പുലിയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ കമ്പ്യൂട്ടറിൽ ചെന്ന് ഷോൺ ഓക്കോണിൽ കേക്ക് പൊതിഞ്ഞിരുന്ന പേപ്പറിൽ കണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളില്ലായിരുന്നോ, അതെല്ലാം ടൈപ്പ് ചെയ്യും. രാജ്ഗാവി, ബുസ്കാഷി, അവസാനം മന്ത്രവാദി എന്നായിരുന്നു ഹീറോ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. അതിപ്പോ വാർലോഡ് എന്ന് അമ്മ പറഞ്ഞ വാർലോഡ് എന്ന് ടൈപ്പ് ചെയ്യും. ഇതെല്ലാം കൂടെ കാണിക്കുന്നത് അൺഗവേൺഡ് അഫ്ഗാനിസ്ഥാനിലെ ഉത്തര ഹിമാലയത്തിന്റെ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ അവിടെയായിരിക്കും ഉണ്ടാവുക. അവിടെയുള്ള ഹിമപ്പുലിയെ ഫോട്ടോ എടുക്കാനാണ് അങ്ങനെ ഇപ്പൊ പോയിരിക്കുന്നത്. അമ്മ അങ്ങോട്ട് വന്ന് പറയും, അവർ നിന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കാനായി യാതൊരു ചാൻസും ഇല്ല. കാരണം ഷോൺ ഓക്കോണിൽ എടുക്കുന്ന ഓരോ ഫോട്ടോസും അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കാനായി നീയാണ് സഹായിക്കുന്നത്. അവന്റെ ആഗ്രഹങ്ങളെല്ലാം നീ പൂർത്തിയാക്കിയെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്തായാലും അവനെ കണ്ടുപിടിക്കാനായി നീ ശ്രമിക്കേ. ഇത് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ പണ്ട് കൊടുത്തിരുന്ന ബാഗും പേഴ്സും ബുക്കും ഡയറിയും എല്ലാം കൂടി എടുത്ത് യാത്ര പോകാനായി ഹീറോ റെഡി ആവുകയാണ്. അങ്ങനെ ആ യാത്രയെക്കുറിച്ച് അച്ഛന്റെ ഡയറിയിലാണ് എഴുതി വെക്കുക. മെയ് 8 ഞാൻ ഹിമാലയത്തിന്റെ താഴ്വാരത്തെത്തി. ഇവിടുന്ന് ശക്തരായ ചെറിയ 2 മനുഷ്യന്മാരെ ഞാൻ റെന്റിനെടുത്തു. എന്റെ ഗൈഡായി കൂടെ കൂട്ടി. അതായത് ഷോൺ ഓക്കോണിൽ പേപ്പർ എഴുതി വെച്ചിരുന്ന റജ്ഗാവീസ് എന്ന് പറയുന്ന ആളുകളാണ് ഇവര്. വഴിയിൽ വെച്ച് വാർലോഡ്സിനെ ഞാൻ കണ്ടു. അമ്മയുണ്ടാക്കി തന്നിരുന്ന കേക്ക് അവർക്ക് കഴിക്കാനായി കൊടുത്തു. അവരത് ആസ്വദിച്ച് കഴിച്ചു. മലയും കാടും കയറാനായി അവൻ എനിക്ക് പെർമിഷൻ തന്നു. ഈ ഒരു യാത്ര എന്റെ മനസ്സിനെയും ശരീരത്തെയും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് പുതിയൊരു ആസ്വാദനമാണിത്. ഇപ്പം ഞാൻ 18,000 അടി ഉയരത്തിലാണ്. ഒരു മഞ്ഞിനെ പോലെ ഞാൻ ഇവിടുന്ന് തെന്നി അങ്ങനെ പോവാണ്. അങ്ങനെ കുറേ ദൂരം പോകുന്ന നേരം കൂടെ ഉണ്ടായിരുന്ന 2 ആളുകളില്ലായിരുന്നോ, അവർക്കിനി കൂടെ വരാനായി പറ്റില്ല. പക്ഷെ പരസ്പരം ഭാഷയൊന്നും അറിയാത്തോണ്ട് തന്നെ അവർ ആംഗ്യത്തിലാണ് ഈ ഒരു കാര്യം ഹീറോക്ക് കാണിച്ചു കൊടുക്കുക. എന്നാൽ ഹീറോക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല. എന്നാൽ ആംഗ്യം കാണിച്ച് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന അവസ്ഥയിലായി. അവസാനം എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി ഹീറോ ഒറ്റയ്ക്ക് ആ മല കയറാനായി പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നത്. ആരാന്ന് വെച്ചാ ആ ഡേറ്റിംഗ് ആപ്പിലെ കസ്റ്റമർ കെയറിലുണ്ടായിരുന്ന ആളില്ലായിരുന്നോ, അങ്ങേരാ. ഹലോ വാൾട്ടർ മിറ്റി, നിങ്ങളുടെ ഹെലികോപ്റ്ററിൽ പോക്കും വെള്ളത്തിലേക്കുള്ള ചാട്ടവും സ്രാവിനോടുള്ള മൽപ്പിടുത്തവും എല്ലാം കൂടെ കേറിങ് കൊളുത്തി ഇഷ്ടം പോലെ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. കൂടെ തന്നെ വിഷമം വരുന്ന ഒരു കാര്യം കൂടെ പറയാം. ഷെറിലില്ലായിരുന്നോ, അവൾ അവളുടെ പ്രൊഫൈല് ഈ ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഹീറോയോട് നിങ്ങളിപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാനിപ്പോൾ ഹിമാലയത്തിലാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതുകൂടെ പ്രൊഫൈൽ ആഡ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതൊന്നും വേണ്ട, എന്റെ പ്രൊഫൈലും ഡിലീറ്റ് ചെയ്തേക്ക്. മാസം കാശെല്ലാം കൊടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. ഇനി എനിക്ക് അതിന്റെ ആവശ്യമല്ല. അപ്പോഴാണ് തൊട്ട് സൈഡിൽ നിന്ന് ആരോ ഒന്ന് മാറി നിൽക്കണമെന്ന് പറയാം.
ഹീറോ അതൊന്നും ശ്രദ്ധിക്കില്ല. അങ്ങനെ കോള് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുക ഷോൺ ഓക്കോണൽ അതാ അവിടെ ക്യാമറയും പിടിച്ച് നിൽക്കുന്നു. എന്നാൽ ഹീറോക്ക് ഷോൺ ഓക്കോണലിനെ കണ്ടാൽ മനസ്സിലാവെങ്കിലും ഷോൺ ഓക്കോണലിന് ഹീറോയെ കണ്ടാൽ മനസ്സിലാവില്ല. ഹീറോയെ കുറിച്ച് അറിയാം, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഷോൺ ഓക്കോണൽ അല്ലേ? ഞാൻ വാൾട്ടർ മിറ്റി. നിങ്ങളാണ് എനിക്ക് ഫോട്ടോസ് എല്ലാം അയച്ചു തന്നിരുന്നത്. എന്നാൽ ഇത് കേൾക്കുമ്പോഴാണ് അങ്ങേർക്കും മനസ്സിലാവുക താൻ ഇതുവരെ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിരുന്ന സാക്ഷാൽ വാൾട്ടർ മിറ്റി ഇങ്ങനാന്ന്. വാ ഇവിടെ വന്ന് ഇരിക്കുന്നു പറയും. അങ്ങനെ വാൾട്ടർ മിറ്റി ഷോൺ ഓക്കോണലിന്റെ തൊട്ടടുത്ത് ചെന്നിരിക്കും. അന്നേരം അങ്ങേര് പറയും, ദാ ആ മല കണ്ടില്ലേ, അവിടെ ഒരു ഹിമപ്പുലിയുണ്ട്. അവനിപ്പം മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. ഹിമപ്പുലിയെ പ്രേതപ്പൂച്ചാന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അപ്പോഴാണ് വാൾട്ടർ മിറ്റി പറയാ, ഞാൻ ഒരു കാര്യം അറിയാനായി വന്നതാ. നിങ്ങൾ അയച്ചു തന്നിരുന്ന ഫോട്ടോസ് ഇല്ലേ, അതിലൊന്നും മിസ്സിംഗ് ആണെന്ന്. അത് കേൾക്കുന്ന അങ്ങേര് ചോദിക്കും, ആ അവസാനത്തെ റോളിലെ 25ാമത്തെ ആണോ? അതെ 25ാമത്തെ. അത് കാണുന്നില്ല. അതില്ലാത്തോണ്ട് കമ്പനിയിലാകെ പ്രശ്നമാണ്. അവരെന്നെ പുറത്താക്കി ചെയ്തു. അത് കേൾക്കുന്ന അങ്ങേര് പറയും, അതിന്റെ മേലെയല്ല നീ ഇപ്പൊ ഇരിക്കുന്നത്. എന്നാൽ വാൾട്ടറിന് മനസ്സിലാവില്ല. ഞാൻ നിനക്കൊരു പേഴ്സ് തന്നില്ലേ, ആ പേഴ്സ് അത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കത്തി തന്നെ എഴുതിയിരുന്നല്ലോ അതിന്റെ ഉള്ളി നോക്കാനായി പറഞ്ഞപ്പോ നിങ്ങൾ അയച്ചിരുന്നൊരു പേപ്പർ ആയിരുന്നു ഞാൻ തുറന്നു നോക്കിയിരുന്നത്. ഷോൺ ചോദിക്കും, ആ പേഴ്സ് ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഹീറോ കയ്യിലില്ലെന്ന് പറയുമ്പോൾ ആകെ കൂടെ ഒരു ഞെട്ടലാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെ കൂടെ ടെൻഷനിലാവുന്ന ഹീറോ പറയും, എന്ത് ചേമ്പിനാ നിങ്ങൾ അങ്ങനെയെല്ലാം ചെയ്തേ? പെട്ടെന്നാണ് ചിന്തിക്കുക താൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനോടാണ് ഹീറോ ഇങ്ങനെയെല്ലാം പറയുന്നത്. സോറി, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനായിരുന്നു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ എന്തിനാ അങ്ങനെയെല്ലാം ചെയ്തേ? അതിനങ്ങേര്, ഞാൻ പിന്നെ ഒരു രസത്തിന് ഒരു പേഴ്സ് തരുമ്പോൾ അതിലൊന്നും വെക്കാതെ തരുന്നതിൽ വലിയ രസമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതിലൊന്ന് വെച്ചു, അത്രേ ഉള്ളൂ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പേഴ്സ് നീ എന്ത് ചെയ്തു? ഹീറോ പറയും, അത് നല്ലൊരു പേഴ്സായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ ഞാനത് കളഞ്ഞു. അതിനങ്ങേര്, നല്ലൊരു പേഴ്സായിട്ടാണോ നീ അത് കളഞ്ഞേ? എനിക്കത് ഫീലായി, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ആ ഫോട്ടോയിൽ എന്തായിരുന്നെന്ന് നിനക്കൊരു പിടിയില്ലല്ലേ? നിനക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനും കൂടെ പറ്റുന്നില്ലല്ലേ? അത് വളരെ മനോഹരമായൊരു ചിത്രമായിരുന്നു. അപ്പോഴാണ് അപ്പുറയാൻ നിൽക്കുന്ന മലയിൽ ഹിമപ്പുലി ഇറങ്ങുന്നത്. അങ്ങേരാണെ അതിന്റെ ഫോട്ടോ എടുക്കാനായി കാത്തിരിക്കായിരുന്നല്ലോ. അങ്ങനെ ക്യാമറയിൽ ഹിമപ്പുലി ഇറങ്ങി വരുന്നത് വാൾട്ടറിനെ കാണിച്ചു കൊടുക്കും. അവനും നോക്കി നിൽക്കും. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങേര് പറയും, ചില ഫോട്ടോസ് ഒന്നും ഞാൻ എടുക്കാറില്ല, എന്റെ മനസ്സിൽ തന്നെ പതിപ്പിച്ച് വെക്കും, അതാ എനിക്കിഷ്ടം. എന്തായാലും ഈ ഒരു നിമിഷം എനിക്ക് ഇഷ്ടമായി. അങ്ങനെ അങ്ങേര് താഴേക്ക് നോക്കുന്ന നേരം താഴെ കുറെ കുട്ടികൾ എന്തോ ഒരു ഗെയിം കളിക്കുന്ന കാണാം. അങ്ങേര് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് ഓടുകയാണ്. കൂടെ ഹീറോയെയും വിളിക്കും. നീ എന്റെ കൂടെ വായോ എന്ന് പറയും. എന്നാൽ ഹീറോ ചോദിക്കുക, ആ ഫോട്ടോയിൽ എന്തായിരുന്നു എന്നാണ്. അതിനങ്ങേര് ചിരിച്ചോണ്ട് ഹിമപ്പുലി പ്രേതപ്പൂച്ചയെന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഓടുകയാണ്. കൂടെ തന്നെ ഹീറോയും ഓടും. പിന്നെ നമ്മൾ കാണുന്നത് ആ പയ്യന്മാരുടെ കൂടെ രണ്ടുപേരും കൂടെ ഫുട്ബോൾ കളിക്കുന്നതാണ്. ആ ഒരു ദിവസം മുഴുവനും ഷോൺ ഓക്കോണലിന്റെ കൂടെ വാൾട്ടർ അങ്ങനെ ഫുട്ബോൾ കളിച്ചു. ആ ഒരു നിമിഷം ആസ്വദിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരികെ വിമാനത്തിൽ അമേരിക്കയിലെ എയർപോർട്ടിലേക്ക് തന്നെ വന്ന് ഇറങ്ങുന്നേരം പോലീസുകാർ ഹീറോയെ പിടിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അൺഗവേൺഡ് അഫ്ഗാനിസ്ഥാനിലാണ് ഹീറോ പോയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അനിയന്ത്രിത അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോയിരിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങോട്ട് പോയേ അതിനെക്കുറിച്ചെല്ലാം ഹീറോ പറഞ്ഞു കൊടുക്കും. എന്താണ് കാരണം എല്ലാത്തിനെയും കുറിച്ച് പറയും. പക്ഷെ പോലീസുകാർ ചോദിക്കുക, ലോസ് ആഞ്ചലസിൽ നിന്നെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നീയാണ് വാൾട്ടർ മിറ്റി എന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടോന്നാണ്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഹീറോക്ക് പറയാനില്ല. എന്നാൽ പിന്നെയാണ് പറയാ, എന്നെക്കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഹീറോയെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്ന ആ ഡേറ്റിംഗ് ആപ്പിലെ കസ്റ്റമർ കെയറിലെ ആളില്ലായിരുന്നോ, അങ്ങനെയാണ്. അവർ രണ്ടുപേരും ആദ്യമായാണ് ഇപ്പൊ കണ്ടുമുട്ടുന്നത്. സന്തോഷത്തിൽ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കും. അങ്ങനെ പറയും, നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ യാത്രയെക്കുറിച്ചെല്ലാം ഞാൻ കൂടുതൽ വിവരിച്ചിരുന്നു. അതെല്ലാം കണ്ട് ഇഷ്ടം പോലെ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതെന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതിനെക്കുറിച്ചൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഹീറോയുടെ ഇപ്പോഴത്തെ സന്തോഷം എന്താന്ന് വെച്ചാൽ ഹീറോയെ കൊണ്ടുപോകാനായി അവനിങ്ങോട്ട് വന്നല്ലോ, ഡേറ്റിംഗ് ആപ്പിലെ അങ്ങേരിങ്ങോട്ട് വന്നല്ലോ. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം എല്ലാം കഴിച്ച് പിരിയും. തിരികെ വീട്ടിലെത്തുന്ന ഹീറോ തന്റെ അമ്മയുടെ പിയാനോ ഇല്ലായിരുന്നോ, അത് വിൽക്കാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ കയ്യിൽ കാശൊന്നുമില്ല. എന്നാൽ ഇത് വിറ്റപ്പം മുതൽ ഹീറോക്ക് നല്ല വിഷമാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പിയാനോ, അച്ഛൻ വാങ്ങിക്കൊടുത്തിരുന്ന പിയാനോ, അതാണിപ്പോ വിറ്റിരിക്കുന്നത്. അതിനെക്കുറിച്ച് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, അതൊന്നും കുഴപ്പമില്ല, നമ്മളൊക്കെ വലിയ ആൾക്കാരല്ലേ, കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാനായി പറ്റും. അങ്ങനെ കിട്ടിയ കാശെല്ലാം കൂടെ ഹീറോയുടെ കയ്യിലേക്ക് അമ്മ കൊടുത്ത് നിന്റെ പേഴ്സിൽ വെച്ചോ എന്ന് പറയും. എന്നാൽ ഹീറോയുടെ കൈ പേഴ്സിലല്ലോ. അന്നേരമുണ്ട് അമ്മ വേസ്റ്റ് ബിന്നിൽ ഹീറോ ഒഴിവാക്കാനായി ഇട്ട് വെച്ചിരുന്ന ഷോൺ ഓക്കോണലിന്റെ പേഴ്സിലായിരുന്നോ അതെടുത്ത് കൊടുക്കുന്നു. നീ ഒഴിവാക്കുന്നതല്ല, ഞാൻ എടുത്തു വെക്കാറുണ്ടായിരുന്നു എന്നുകൂടെ അമ്മ പറയുമ്പോൾ ഹീറോക്ക് വലിയ സന്തോഷമായി. അമ്മയ്ക്ക് ഒരു മുത്തം കൊടുക്കും. അവിടുന്ന് പുറത്തിറങ്ങി പേഴ്സിൽ നോക്കുമ്പോൾ പേഴ്സിൽ തന്നെയുണ്ട് ആ നെഗറ്റീവ് ഇമേജ്. അപ്പൊ തന്നെ അതും എടുത്തോണ്ട് ലൈഫ് മാഗസിന്റെ കമ്പനിയിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ കമ്പനി ഇപ്പോൾ ഓൺലൈൻ ആക്കാനുള്ള പരിപാടിയെല്ലാം തകൃതിയായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ MD കാണാനാണ് പോകുന്നത്. അങ്ങേരോടുള്ള ദേഷ്യം അത് തീർക്കാനാണ് ഇപ്പോൾ പോകുന്നത്. മീറ്റിംഗ് ഹാളിലേക്ക് കയറുമ്പോൾ അങ്ങേര് ആദ്യം തന്നെ വരണമെന്ന് പറയും. തൊട്ടു പിന്നാലെ, എങ്ങോട്ട് വരണം, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയല്ലേ, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടേക്ക് പ്രവേശനമുള്ളൂ. ഹീറോ അതൊന്നും മെയിൻ ചെയ്യാതെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അത് അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. ഇതാ 25ാമത്തെ ഷോൺ ആവശ്യപ്പെട്ടിരുന്ന 25ാമത്തെ ഫോട്ടോ. മാഗസിന്റെ കവർ പ്രിന്റ് ചെയ്യാനായി ഇനിയും 2 ദിവസം കൂടി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ തിരികെ പോകാനായി നിൽക്കുന്ന നേരം അപ്പൊ തന്നെ തിരികെ നിന്ന് ചോദിക്കും, നിനക്ക് നമ്മുടെ കമ്പനിയുടെ ആപ്തവാക്യം അറിയോന്ന്. അതിന് അങ്ങേര് പറയും,
ഐ ആം ലവിങ് ഇറ്റ്. അതൊന്നുമല്ല, അത് മെക്ഡൊണാൾഡ്സിൻ്റെയാന്ന് ഹീറോ പറയും. കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയും, നീ ചെയ്യുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, പെട്ടെന്നൊരു കമ്പനിയിലേക്ക് വരിക, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും വേഗം തന്നെ പുറത്താക്കുക. നീ മനസ്സിലാക്കണം, ഈ ഒരു മാഗസിൻ്റെ പിറകിൽ അവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ട്. അവരെല്ലാവരും ഈ ഒരു കമ്പനിയുടെ ആപ്തവാക്യത്തിൽ വിശ്വസിച്ച ആളുകളാണ്, അതിനുവേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ്. എനിക്കറിയാം നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നിനക്ക് മോളിൽ നിന്ന് കിട്ടുന്ന ഓർഡർ വെച്ചാണ്, പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു ചെറ്റയാവാനായി പാടില്ല. എന്തായാലും ഈ ഒരു കാര്യം ഒരു ബോർഡിൽ എഴുതി നിന്റെ നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചേക്ക്. അടുത്ത ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെട്ടെന്ന് വരും. അതും പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കൂടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പിറക്കി അങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങേര് പറയും, നിങ്ങൾ നല്ലൊരു മാനേജർ ആയിരുന്നു. അതും പറഞ്ഞോട് കെട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഹീറോ പുതിയ ജോലിക്ക് പോകാനായി തൻ്റെ റെസ്യൂമെ തയ്യാറാക്കുന്നതാണ്. അത് കഴിയുന്ന നേരം ഷെറിലിൻ്റെ മകൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൂടെ തുറന്നു നോക്കും. ഹീറോ അവനായിട്ട് ഒരു സ്കേറ്റിംഗ് ബോർഡ് കൊടുത്തില്ലായിരുന്നോ, അവൻ അതിൽ പോകുന്ന ഒരു വീഡിയോ ആണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അവസാനമായി ഷെറിലും കൂടെ ഒരു ടാറ്റ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് സന്തോഷമാവുന്നുണ്ടെങ്കിലും വലുതായിട്ട് സന്തോഷമാവുന്നൊന്നുമില്ല. കാരണം ഷെറിലിപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ തിരികെ പോയല്ലോ, അതിൻ്റെ ഒരു വിഷമമുണ്ട് ഉള്ളിൽ. കുറച്ച് ദിവസം കഴിഞ്ഞ് തൻ്റെ ലൈഫ് എന്ന കമ്പനിയിലെ അവസാനത്തെ സാലറി വാങ്ങാനായി പോയിരിക്കുകയാണ്. ID കാർഡും കൊടുത്തോണ്ട് കാശ് വാങ്ങിച്ച് ഹീറോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഷെറിൽ അതുവഴി പോകുന്നത് കാണുക. നേരത്തെയുള്ള പോലെ അവളോട് സംസാരിക്കാനായി ഇപ്പോൾ പേടിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളോട് സംസാരിക്കും. മകൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, അവൻ നന്നായി സ്കേറ്റിംഗ് ബോർഡ് ഓടിക്കുന്നുണ്ടല്ലോ, എനിക്കിഷ്ടമായി. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ഹീറോ പറയും, ഗ്രീൻലാൻഡിൽ വെച്ച് മദ്യപിച്ചിരിക്കുന്ന ഒരാളുടെ കൂടെ ഹെലികോപ്റ്ററിൽ പോകാനായി എനിക്കൊരു അവസരം വന്നിരുന്നു. എനിക്ക് എന്നാൽ പോകാനായി പേടിയായിരുന്നു. അപ്പോൾ നീ ഒരു പാട്ട് പാടുന്ന പോലെ, ആ പാട്ട് പാടുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു ഊർജ്ജത്തിലാണ് ഞാൻ ആ ഹെലികോപ്റ്ററിൽ കയറി പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടം വരെ എത്താനായി പറ്റി. എനിക്ക് എന്തെല്ലാമോ കാര്യങ്ങൾ പഠിക്കാനായി പറ്റി. അവൾ ചോദിക്കും, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നല്ലേ, പിന്നെ നിങ്ങൾ അവിടെ കണ്ടില്ല, നിങ്ങൾ എന്തേ പോയി? അന്നേരം ഹീറോ പറയും, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, നിന്റെ ഭർത്താവിനോട് സംസാരിച്ച് ഞാൻ വേഗം തന്നെ തിരികെ പോന്നു. അന്നേരം അവൾ പറയും, ഏത് ഭർത്താവ്? എൻ്റെ വീട്ടിൽ അന്ന് ഭർത്താവൊന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ കണ്ടിരുന്ന എൻ്റെ ഭർത്താവല്ല, എൻ്റെ ഫ്രിഡ്ജ് നന്നാക്കാനായി വന്നിരുന്ന ആളാണ്. ഹീറോക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലാവുക. ഞാൻ പറയുന്നത് മോശമാണേൽ നീ അത് കാര്യം കണ്ട. എൻ്റെ പെങ്ങള് ഒരു ചർച്ചിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, നിനക്ക് വേണേൽ എൻ്റെ കൂടെ അത് കാണാനായി വരാം. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, കാണാനായി വരാമെന്ന് അവളും പറയും. അതായത് ഹീറോയുടെ പെങ്ങള് നാടകത്തിലൊക്കെ അഭിനയിക്കാനായി ഒരു നടിയാവാനായി വലിയ ആഗ്രഹമുള്ള ആളാണ്. അവൾ ഇന്നൊരു നാടകത്തിൽ, ഇന്നാണെന്നറിയില്ല, ഒരു നാടകത്തിൽ അഭിനയിക്കാനായി പോവാണ്. അതിന് വരുന്നുണ്ടോയെന്നാണ് അവളോട് ചോദിച്ചേ. അവളാണെങ്കിൽ ഓക്കെയും പറഞ്ഞു. അങ്ങനെ അവർ നടക്കുമ്പോഴാണ് അവൾ പറയാ, നമ്മുടെ ലൈഫ് മാഗസിൻ്റെ അവസാനത്തെ ലക്കം ഇന്നല്ലേ റിലീസാവുന്നത്, നമുക്കത് വാങ്ങിയാലോ, നോക്കിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന കടയിലേക്ക് ചെല്ലും. അങ്ങനെ ആ മാഗസിൻ കാണുമ്പോൾ അവളൊന്നും ഞെട്ടും. ഹീറോക്കാണേലും വിശ്വസിക്കാൻ പറ്റില്ല. അത്ഭുതപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ മാഗസിനിൽ എന്താണ് എഴുതി വെച്ചതെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് ടു ദ പീപ്പിൾ ഹൂ മേഡ് ഇറ്റ് എന്നാണ്. അതായത് ലൈഫിന്റെ അവസാനത്തെ കവർ പേജ് ലൈഫ് മാഗസിനെ ലൈഫ് മാഗസിനാക്കി മാറ്റിയ അവരുടെ എംപ്ലോയീസിന് വേണ്ടിയുള്ളതാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയാണ് ഹീറോയുടെ ഫോട്ടോയാണ്. ഷോണോക്കോൺ എടുത്തിരുന്ന അങ്ങേരുടെ മനോഹരമായ ചിത്രം, ഏറ്റവും മികച്ച ചിത്രം. അത് ഹീറോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അത് കാണുന്ന വാൾട്ടർ മിറ്റിക്ക് സന്തോഷം അടക്കി പിടിക്കാനേ പറ്റില്ല. അത്രക്കും സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ അതിലൊന്ന് വാങ്ങുന്നില്ലേ? ഹീറോ പറയും, വാങ്ങും, പക്ഷെ ഇപ്പൊ വാങ്ങുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വാങ്ങും. രണ്ടുപേരും നടക്കുന്നതിൻ്റെ ഇടയിൽ വാൾട്ടർ മെല്ലെ അവളുടെ കയ്യിലേക്ക് പിടിക്കും. മെല്ലെ അല്ല, കുറച്ച് ധൈര്യത്തിൽ തന്നെ കയ്യിലേക്ക് പിടിക്കും. കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു യാത്രയോട് കൂടെ ഹീറോ ആകെ മാറിയെന്ന്. അങ്ങനെ വളരെ സന്തോഷത്തിൽ മുന്നിലേക്ക് നടക്കുന്ന ഹീറോയെയും ഷെറിലിനെയും കാണിച്ചുകൊണ്ട് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു സമാധാനം, എന്തോ ഒരു സുഖം പോലെയാണ് തോന്നിയത്. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലല്ലോ, അതിലൊന്നാണ് വാൾട്ടർ മിറ്റി. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ കമൻറ്റ് കൂടെ ചെയ്യുക. അതെന്തായാലും വേണേ. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.